അബ്രഹാമിൻ നാഥനാരാധന, യാക്കോബിൻ ദൈവമേ ആരാധന, ഇസ്ഹാക്കിൻ ഇടയനേ ആരാധന, ഇസ്രായേലിൻ രാജനേ ആരാധന. അബ്രഹാമിൻ നാഥനാരാധന, യാക്കോബിൻ ദൈവമേ ആരാധന, ഇസ്ഹാക്കിൻ ഇടയനേ ആരാധന, ഇസ്രായേലിൻ നാഥനേ ആരാധന. ആരാധന 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 ആരാധന. ഇമ്പങ്ങളെല്ലാം മാറ്റുന്ന ദൈവം അണയുന്ന നിമിഷമേ ആരാധന, ആത്മശരീര വിശുദ്ധി നൽകും അനുഗ്രഹ നിമിഷമേ ആരാധന. എല്ലാവരും ചേർന്ന് ആരാധന ആരാധന ആരാധന, വലിയ സ്നേഹത്തോടെ വലിയ ദാഹത്തോടെ ആരാധന 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 ആരാധന, ജീവിതം സമർപ്പിച്ചുകൊണ്ട് ആരാധന ആരാധന ആരാധന, നിയോഗങ്ങളെ മനസ്സിലോർത്ത് ആരാധന 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 ആരാധന, സകല മരിച്ച വിശ്വാസികളെയും ചേർത്ത് വെച്ചുകൊണ്ട് ആരാധന 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 ആരാധന, ലോകം മുഴുവനും അനുഗ്രഹമായി മാറാൻ ആരാധന 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 ആരാധന, കോവിഡിന്റെ ദുരന്തം അതിജീവിക്കാനായി ആരാധന 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 ആരാധന, ബന്ധങ്ങളിലേക്ക് കൃപയൊഴുകാൻ ആരാധന 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 ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, അവിടുന്ന് ഈ ദിനത്തെ ഓർത്ത് നന്ദി പറയാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ജീവിതങ്ങളെ ഒരുക്കണേ. ഞങ്ങൾക്ക് അധരങ്ങളിൽ അവസാന വഴിയായിട്ട് അവിടുത്തെ നാമമുണ്ടാകണമെന്ന ആഗ്രഹമുണ്ട്. തിരുനാമത്തിനിണങ്ങുന്ന വിധം ജീവിക്കാനായിട്ട് ഹൃദയത്തിന് വലിയ താല്പര്യമുണ്ട്. കൃപദായീശോയെ, അഭിഷേകം താതമ്പുരാനെ, അധരത്തിൽ അബദ്ധം പിണയാതിരിക്കാൻ, ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നും അധരം സംസാരിക്കുന്നില്ലേ,
ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവികമായ ചൈതന്യങ്ങളും ജീവിതത്തിന് ആവശ്യമായ അടിസ്ഥാനപരമായ നിറവും അഭിഷേകങ്ങളും തരിക തമ്പുരാനെ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഏറ്റെടുക്കട്ടെ. അഭിഷേകം പകരൂ, അഭിഷേകം പകരൂ, അഭിഷേകം പകരൂ, അഭിഷേകം പകരൂ, ഈശോയെ. അഭിഷേകം പകരൂ, പരിശുദ്ധാത്മാവേ. അഭിഷേകം പകരൂ, അഭിഷേകം പകരൂ, അഭിഷേകം പകരൂ. ആത്മാവിൻ്റെ ഫലങ്ങൾ നിറയട്ടെ. സ്നേഹവും ആനന്ദവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും ആത്മസംയമനവും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കർമ്മമണ്ഡലങ്ങളിലേക്ക് അനർഗള പ്രവാഹമായി പെയ്തിറങ്ങട്ടെ ഈശോയെ. അത്തരത്തിലൂടെ ഹൃദയത്തിലേക്ക്, അഭിഷേകം പകരൂ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്ക്, അഭിഷേകം പകരൂ, സകല തീരുമാനങ്ങളിലേക്ക്, അഭിഷേകം പകരൂ, എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്ക്, അഭിഷേകം പകരൂ, അഭിഷേകം പകരൂ, അഭിഷേകം പകരൂ, അഭിഷേകം പകരൂ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ വാക്കുകൾക്ക് ഒരുപാട് വില കൽപ്പിക്കുന്ന ഒരു സംസ്കാരവും ജീവിതശൈലിയും നമ്മുടെ നാടിന് ഏറെ പരിചിതമാണ്. ഒരാളുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി അളക്കാൻ വേണ്ടിയിട്ട് അവസാന നിമിഷങ്ങളോട് കാണിക്കുന്ന സമീപനങ്ങൾക്കൊപ്പം ആ വ്യക്തിയിലൂടെ വെളിവാക്കുന്ന വാക്കുകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. വളരെ കൃത്യമായിട്ടും യാക്കോബ് ശ്ലീഹാ തൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ജീവിതത്തിൽ നാവ് അഗ്നിക്ക് സമാനമാണ്, സംസാരത്തിൽ പിഴയ്ക്കാത്തവൻ പൂർണ്ണനാണ് എന്ന് യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 3 നമ്മൾ വായിക്കുന്നുണ്ട്. ഈ അനുഗ്രഹത്തിൻ്റെ അധരത്തിലൂടെ വെളിവാകുന്നത് അകത്തുള്ളതാണ് എന്ന് തമ്പുരാൻ അടിവരയിട്ട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഈശോ പറഞ്ഞു, ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നും അധരം സംസാരിക്കുന്നു. പുറമേ നിന്നുള്ളിൽ പ്രവേശിക്കുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിന് പ്രത്യക്ഷത്തിൽ പരിക്കുപറ്റാമെന്ന് കരുതുന്നെങ്കിലും തമ്പുരാൻ പറഞ്ഞു, അതൊരുവനെ ഒരാളെ അപകടപ്പെടുത്തുന്നില്ല. അത് ഉദരത്തിൽ പ്രവേശിച്ച് അത് വിസർജ്യത്തിലൂടെ പുറത്തു പോകും. ദുഷ്ടതയുടെ ഉത്ഭവം, ദുഷ്ടതയുടെ ആവിർഭാവം അകത്തു നിന്നാണെന്നും അത് അധരത്തിലൂടെ വെളിവാകുമെന്നും പറഞ്ഞിട്ട് ഈശോ കൃത്യമായും പറഞ്ഞു, നിങ്ങൾ അതെ അതെ എന്നും അല്ല അല്ല എന്നും പറയാൻ ജീവിതത്തിൽ പഠിക്കണം, പരിശീലിക്കണം. മരണക്കിടക്കയിലായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അവസാന വാക്കുകളെ അതീവ ഗൗരവത്തോടെ എടുക്കുന്ന ഒരു ഭാരതീയ സംസ്കാരം, സെൻ പാരമ്പര്യം ഒക്കെ നമുക്കുണ്ട്. ഗുരുവിൻ്റെ അവസാന മൊഴികൾക്ക് വേണ്ടിയിട്ട് ശിഷ്യരിങ്ങനെ ഒരുപാട് ആഗ്രഹത്തോടുകൂടെ കാത്തിരിക്കാറുണ്ട്, ഉറക്കമിളച്ചും ഏറെ ത്യാഗത്തോടും. അതിൻ്റെ പുറകിലെ കാരണം വളരെ വ്യക്തമാണ്, മറ്റൊന്നുമല്ല, ഗുരുവിലൂടെ വെളിവായി കിട്ടുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ പുത്തൻ പന്ഥാവ് തുറക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഓരോരുത്തരും ഈ ഒരു ആത്മശോധന നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കണം, നല്ലതാണ്. ഞാനും നിങ്ങളും ജീവിതത്തിൽ അവസാനം പറയാൻ സാധ്യതയുള്ള ഒരു വാക്കിൻ്റെ ഒരു നിക്ഷേപത്തെക്കുറിച്ച്, അങ്ങനെ ഒരു നിഘണ്ടു, നമ്മുടെ പ്രൈവറ്റ് നിഘണ്ടു നമ്മൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മളൊക്കെ അവസാനം എന്താഗ്രഹമുണ്ട് എന്നൊക്കെ പ്രിയപ്പെട്ടവർ ചോദിക്കുമ്പം നമ്മൾ എന്തു പറയാനായിട്ടാണ് സാധ്യത? വിശുദ്ധ ജീവിതങ്ങളിലൂടെ നമ്മളൊരു തീർത്ഥാടനം നടത്തുമ്പം അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് തൻ്റെ 44 വയസ്സ് ജീവിത കാലഘട്ടത്തിൽ അവസാനമെത്തുമ്പോഴും ഈ അൾത്താരയോടും ആത്മീയതയോടും സഭയോടും വിശ്വാസത്തോടുമുള്ള അധമ്യമായ അടങ്ങാത്ത ഒരു ദാഹത്തിൽ നിന്നുകൊണ്ട് പറയാണ്, മരണത്തെപ്പോലും തൻ്റെ പ്രിയ സഹോദരി എന്ന് വിളിച്ച് സ്വീകരിക്കാൻ തക്ക വിധം സർവാംഗം സജ്ജനായൊരു അസീസിയിലെ ഫ്രാൻസിസിനെയാണ് നമ്മൾ കാണുന്നത്. എത്ര ഒരുക്കത്തോടു കൂടിയിട്ടാണ്, എത്ര തീക്ഷ്ണതയോട് കൂടിയിട്ടാണെന്നോ. വിശുദ്ധ മാർട്ടിൻ ഡി പോറസിനെ കുറിച്ച് പറയണത്, അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കലും അത്ര വൃത്തിയുള്ള അല്ലെങ്കിൽ
മെച്ചപ്പെട്ട വസ്ത്രം ധരിക്കുന്നവനായിരുന്നില്ല. മരണം സമീപിച്ചുവെന്നറിയുമ്പം നല്ല മനോഹരമായി വസ്ത്രം ധരിച്ച് കാണാൻ വന്നവരോടൊക്കെ പറയാണ്, ഞാൻ എൻ്റെ മണവാളൻ്റെ അടുത്ത് പോകാനായിട്ട്, മരണത്തെ പുൽകാനായിട്ട് സജ്ജനായി നിൽക്കുകയാണെന്ന് ധീരതയോടെ പറഞ്ഞിട്ടാണ് മാർട്ടിൻ ഡി പോറസ് പുണ്യവാൻ തന്നെ കാണാൻ വന്ന ആ നാട്ടിലെ വലിയ വൈസ്രോയോട് പോലും എനിക്കിപ്പോൾ കാണാൻ പറ്റില്ല, ഞാൻ മാലാഖമാരോടും വിശുദ്ധരോടുമൊക്കെ എൻ്റെ മരണത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുക. എത്ര ആധികാരികമായിട്ടാണെന്നറിയണ്ടേ. വിശുദ്ധരിൽ ഒരുപാട് പേർ ഇങ്ങനെ ചില ആത്മീയ ദർശനങ്ങളോടെ ജീവിച്ച് കടന്നു പോകുന്നവര്. നമ്മുടെയൊക്കെ വാക്കുകൾ എന്നാൽ ഒരു മനുഷ്യൻ്റെ ആന്തരികതയെ വെളിപ്പെടുത്താനായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രകടമായ അടയാളമാണ് വാക്ക്. അതുകൊണ്ട് തന്നെയാണ് വാക്കിനെ വളരെ ഗൗരവമുള്ളതായിട്ട് തമ്പുരാൻ കാണുന്നത്. അന്ത്യമൊഴികളെ അതേ ഗൗരവത്തോടു കൂടെ കാണാനായിട്ട് നമ്മൾ തയ്യാറാവണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, അവസാനത്തെ വാക്കുകൾ എന്തായിരിക്കുമെന്ന് നമ്മളൊന്ന് തിരിച്ചറിയണം, ഒന്ന് ആത്മശോധന ചെയ്യണം. പല ആളുകളും ജീവിതത്തിൽ സംതൃപ്തിയില്ലാതെ, ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹത്തിൻ്റെ നിയന്ത്രണമില്ലാത്ത അനുഭവത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട്, ഒരിക്കലും ആ തൃപ്തിയിലെത്താത്തത് കൊണ്ട് മതിയെന്ന് പറയാനോ ജീവിതം അനുഗ്രഹമാണെന്ന് പറയാനോ തയ്യാറാവാതെ ഇങ്ങനെ അവസാനം വരെയും അസ്വസ്ഥതയോടുകൂടിയിട്ട് ചില ആൾക്കാർ പണിയടാ പണി, ഒരു സ്വസ്ഥതയില്ല, ഒരു നിമിഷം പോലും പ്രാർത്ഥിക്കാൻ. ഞാൻ അങ്ങനെയുള്ള ആളുകളെയൊക്കെ കണ്ടിട്ടുണ്ട്. വൈകുന്നേരം കുരിശുവരയുടെ സമയവും വെറുതെ കളയണ്ട എന്ന് പറഞ്ഞ് ഓലമെടഞ്ഞുകൊണ്ടിരുന്ന ഒരു അപ്പാപ്പൻ ഞങ്ങളുടെ അയൽവക്കത്തുണ്ടായിരുന്നു. വെറുതെ എന്തിനാ കുരിശ് വരയ്ക്കുമ്പം ചുമ്മാ ഇരിക്കുകയല്ലേ, നന്മ പറഞ്ഞാലും വായും കൊണ്ടല്ലേ ചെല്ലണത്. പണി എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു മാനസിക രോഗമാണ്. ഇന്ന് പല ആളുകളും ജീവിതത്തിൽ ഇങ്ങനെ ആത്മീയതയെ ഒരു സൈഡ് ലൈനായിട്ട്, ഒരു സ്റ്റെപ്പിനി കാറ്റഗറിയിൽ പെടുത്തിയിട്ടുണ്ട്. അവരൊക്കെ ജീവിതത്തിൽ അവസാനം പറയാനായിട്ട് സാധ്യതയുള്ള പല കാര്യങ്ങളുമുണ്ട്. ഞങ്ങളുടെ ഒരു വല്യച്ഛനുണ്ട് MCBS സഭയിൽ, 80 വയസ്സിലധികം പ്രായമുണ്ട്. കാണാൻ വേണ്ടി അടുത്ത നാളിൽ ചെന്നപ്പം അച്ഛനോട് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. എന്നാ അച്ഛാ വിശേഷം ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് അടുത്തൊരു കാര്യം പറയും, മരിക്കാൻ വേണ്ടി ഒരുങ്ങുക. ഇപ്പം നമ്മൾ വിചാരിക്കും 80 ആയില്ലേ, ഇനി ഒരുങ്ങിക്കൂടെ എന്ന്. അതുകൊണ്ടല്ല, അടിസ്ഥാനപരമായിട്ട് ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങളോട് അരുത് എന്ന് പറഞ്ഞിട്ട് പതിയെ ഈ ആത്മീയ തീരത്തേക്ക് കൂടണച്ച് വെച്ചിട്ട് ചേർന്ന് നിന്നിട്ട് പറയാണ്, എനിക്ക് യാതൊരു മടുപ്പവുമില്ല, ജീവിതത്തിൽ തൃപ്തി മാത്രമേ ഉള്ളൂ. സംതൃപ്തിയോടുകൂടിയിട്ട് പിൻവാങ്ങുകയാണ്. ആരും മുന്തി മാറ്റിയതല്ല, തള്ളിയിട്ടതല്ല, ബോധപൂർവം ചുവട് താഴോട്ട് വെച്ചിറങ്ങിയതാ. ഒറ്റക്കാര്യേ പറയാനുള്ളൂ, ജീവിതത്തിൽ എല്ലാം പൂർത്തിയായി എന്ന് തമ്പുരാൻ പറഞ്ഞതുപോലെ. വേറെ ചില മനുഷ്യർ നേരെ വിപരീത ചിന്തകൾ കൊണ്ട് ജീവിക്കുന്നവരെയും കണ്ടിട്ടുണ്ട്. അപ്പനിങ്ങനെ മരണക്കിടക്കയിൽ വയ്യാണ്ട് കിടന്ന് അന്ത്യശ്വാസം വലിക്കുന്നതിന് അടുത്തെത്തിയപ്പം, അല്ലെങ്കിൽ അതിനോട് സമാനമായ ഒരു അനുഭവത്തിലൂടെയൊക്കെ എത്തുന്നു എന്നൊക്കെ തിരിച്ചറിഞ്ഞപ്പം മകൻ അപ്പൻ്റെ ചെവിയിൽ ചെന്ന് ചോദിച്ചു, അപ്പച്ചൻ എന്നാ വേണ്ടേ, എന്തെങ്കിലും ആഗ്രഹമുണ്ട്, നമ്മളൊക്കെ ചോദിക്കുമല്ലോ. എന്നിട്ട് ഈ അപ്പച്ചൻ, ഒത്തിരി ശബ്ദമില്ല ഈ അപ്പച്ചന്, എന്നുവെച്ചാൽ ഒത്തിരി ഉറക്കെ പറയത്തില്ല. അത് ഭാഗ്യമാണെന്ന് ഞാനത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ മോൻ വലിയ പ്രതീക്ഷയോടെ, മക്കളൊക്കെ ചുറ്റും നിപ്പുണ്ട്, ഒരു മോനേ ഉള്ളൂ. അവൻ കാര്യമായിട്ട് കൂടെയുള്ളവൻ അപ്പച്ചനോട് ചോദിച്ചപ്പോൾ അപ്പച്ചൻ്റെ അടുത്തോട് ചെന്ന് ചോദിച്ചു, അപ്പച്ചൻ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പച്ചൻ അവൻ്റെ ചെവിയിലോട്ട് പറഞ്ഞൊരാഗ്രഹം, സത്യം പറഞ്ഞാൽ അപ്പച്ചൻ പറഞ്ഞത്, എനിക്കിത്തിരി കള്ള് ഓടിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടെന്നാ. ഇവൻ ബുദ്ധിമാനായതുകൊണ്ട് വളരെ തന്ത്രപരമായി അതിനെ മാറ്റിയിട്ട് അപ്പച്ചന് കരിക്കും വെള്ളം കുടിക്കാൻ ആഗ്രഹമുണ്ടെന്നാണ് പറഞ്ഞ് ആ അപകടകരമായ സാഹചര്യത്തെ അത്ഭുതകരമായിട്ട് കൈകാര്യം ചെയ്തു. ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ ഭാവങ്ങളിൽ നിന്നും ഉയർക്കൊള്ളുന്ന വാക്കുകളിലൂടെ ഒരു വ്യക്തിയുടെ അകക്കാമ്പിനെ വെളിപ്പെടുത്തുകയാണെന്ന് ഓർമ്മിക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധരൊക്കെ ജീവിതത്തിൽ നമ്മളെ പഠിപ്പിച്ച ആത്മീയ വിചാരങ്ങളെ ധ്യാനിക്കുമ്പം നമുക്ക് മനസ്സിലാകും, അവർ ജീവിതത്തിൽ ഈ ദൈവദർശനത്തെ, അനുഭവത്തെ കണ്ടുമുട്ടിയത് കൊണ്ട്. സെൻ്റ് അഗസ്റ്റിൻ പറയാണ്, എനിക്കെൻ്റെ തമ്പുരാനുമായിട്ടുള്ള ആത്മബന്ധം കൊണ്ട് എൻ്റെ മുൻപിൽ വിരിയണത് മുഴുവനും സ്വർഗമാണ്, എൻ്റെ അധരത്തിൽ ഉണ്ടാകുന്നത് മുഴുവനും ആത്മീയതയാണ്, എൻ്റെ ഹൃദയത്തിലുള്ളത് മുഴുവനും ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ ബഹിർസ്ഫുരണങ്ങളാണ്. ഇതേ അനുഭവത്തിലൂടെ സെൻ്റ് അഗസ്റ്റിൻ കടന്നുപോയിട്ടുണ്ട്. വചനം പ്രഘോഷിക്കുമ്പം സ്വർഗമിങ്ങനെ ഭൂമിയിൽ ഇറങ്ങി വരണത് കണ്ടുകൊണ്ട് ഈ സ്വർഗീയ ദർശനങ്ങളെക്കുറിച്ച് പറയാൻ തക്ക വിധമുള്ള ആത്മീയ നിറവിൻ്റെ അവസ്ഥയിലെത്തിയ വിശുദ്ധ അഗസ്റ്റീനോസ്.
അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഓർമ്മിക്കണം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കുന്ന നിലപാടുകളും ക്വാളിറ്റിയും നമ്മൾ പോലും അറിയാതെ നമ്മുടെ ആത്മീയതയുടെ ഇടങ്ങളെ സ്വാധീനിക്കും. നമ്മൾ പോലും അറിയാതെ നമുക്ക് വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും അത് പ്രകടമാകും. പ്രത്യേകിച്ചും നമ്മുടെ ബോധ മനസ്സിൻ്റെ തലങ്ങളൊക്കെ അല്പമൊന്ന് താഴുമ്പം ഈ അബോധ മനസ്സിൻ്റെ ഇടങ്ങൾ വല്ലാതെ ഉണർന്നിരിക്കും. ചില ആളുകൾ അങ്ങനെയാണ്. അവസാനവും മരിക്കാൻ കിടക്കുമ്പോഴും ചിലർ തൃപ്തിയുടെ വാക്കുകളില്ല, ആനന്ദത്തിൻ്റെ വാക്കുകളില്ല, സന്തോഷത്തിൻ്റെ ഭാവങ്ങളില്ല, പരാതി മാത്രം. അവരത് ചെയ്തില്ല, ഇവരത് ചെയ്തില്ല, അവരങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു. നമുക്ക് സങ്കടം വരും. മരിക്കാറായി, അവസാനത്തെ ശ്വാസം വലിക്കുമ്പോൾ ചില ആൾക്കാർ ഈ ലോകത്തോടുള്ള കെട്ടുപാടുകളെ വിടാതെ, ലോകത്തോടുള്ള ബന്ധങ്ങളെ വിച്ഛേദിക്കാതെ അങ്ങനെയൊക്കെ ആളുകളെ കാണാറുണ്ട്. ചില മനുഷ്യർ മരിക്കുകയില്ല, കാരണം ഇനിയും ജീവിക്കണമെന്ന് മാത്രം ആഗ്രഹം. ഇതുവരെയും സ്വത്ത് പങ്കുവെക്കാനായിട്ട്, ഇതുവരെയും മക്കൾക്കൊന്നും കൈമാറാനായിട്ട് തയ്യാറായിട്ടില്ല. അങ്ങനെ ജീവിക്കുന്ന ചില മനുഷ്യർ. എന്നാൽ വേറെ ചില മനുഷ്യരോ ജീവിതത്തിൽ ഇങ്ങനെ നന്മ നിറഞ്ഞ മറിയും ചൊല്ലി എന്താ പരിപാടി, മക്കൾക്കും കുടുംബത്തിനും വേണ്ടി തമ്പുരാൻ്റെ അടുത്ത് പ്രാർത്ഥിക്കില്ല. അതൊരു ജീവിതത്തിൻ്റെ കർമ്മമായിട്ട്, ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വമായിട്ട് ഏറ്റെടുക്കുന്നവരെ കണ്ടിട്ടുണ്ട്. രണ്ട് എക്സ്ട്രീമിലുള്ള ആളുകളുടെ ഇടയിൽ നമ്മുടെ നിലപാട് എന്താണ്, നമ്മുടെ നിലവാരം എന്താണ്, നമ്മൾ ഏത് ഗണത്തിൽപ്പെടും? ഇത് ആത്മശോധന ചെയ്യണം. അനുഗ്രഹീതനായ സുവിശേഷ പ്രസംഗകൻ D.L. മൂഡിയെക്കുറിച്ച് പറയുന്ന ഒരു കുറിപ്പ് വായിച്ച് ഓർക്കുന്നുണ്ട്. അദ്ദേഹം മരണത്തെ ഗ്രേസ്ഫുള്ളായിട്ട് അഭിമുഖീകരിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹം തൻ്റെ ഭാര്യയോട് മനോഹരമായൊരു വാക്ക് പറയുന്നുണ്ട്. ദൈവം എനിക്കെന്നും നല്ലവനായിരുന്നു, എൻ്റെ കുടുംബത്തിനെന്നും നല്ലവനായിരുന്നു, എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവനിടങ്ങളും ദൈവം മധുരം കൊണ്ട് നിറച്ചു. എന്നുവെച്ചാൽ ജീവിതത്തിൽ ഇങ്ങനെ ദൈവത്തെക്കുറിച്ചും ദൈവസങ്കല്പങ്ങളെക്കുറിച്ചും ഒരു പോസിറ്റീവായിട്ടുള്ള ക്രിയാത്മകമായ നിലപാട് പറയാനായിട്ട് കഴിയുന്ന, ഉള്ളിൽ തമ്പുരാൻ അഭിഷേകത്തോടെ ഇടം കൊള്ളുന്ന, ഉള്ളിൽ ഈശോ കുടികൊള്ളുന്ന അനുഗ്രഹത്തിൻ്റെ ജീവിതങ്ങളാണ് അഭിഷേകത്തോടെ മരിക്കുകയുള്ളൂ. ചിലരൊക്കെ മരിക്കാൻ കിടക്കുമ്പോഴും പരാക്രമവും വെപ്രാളവും ഒക്കെ കാണിക്കണത് എന്തിനു വേണ്ടി കിട്ടാ? ജീവിക്കാൻ വേണ്ടി മാത്രമല്ല. പണ്ടേതോ കാരണവരുടെ മരണക്കിടക്കയുടെ അരികിൽ മക്കളെല്ലാവരും കൂടെ ചുറ്റും നിൽപ്പുണ്ട്. 3-4 ആൺമക്കളും 2-3 പെൺമക്കളും എല്ലാവരും ഉണ്ട്. അപ്പൂപ്പനിങ്ങനെ കണ്ണൊക്കെ തുറന്ന് നോക്കുകയാണ്. ആർത്തിയായിരുന്നു ജീവിതകാലം മുഴുവനും. ബിസിനസ്സായിരുന്നു പരിപാടി, മക്കളൊക്കെ ബിസിനസ്സുകാരാ. അപ്പനിങ്ങനെ മരിക്കാൻ കിടക്കുക. അപ്പൻ്റെ മരണക്കിടക്കൊക്കെ ചുറ്റും മക്കളെല്ലാവരും നിൽക്കുമ്പോൾ ഇയാളിങ്ങനെ ഓരോരുത്തരെയായിട്ട് പേര് വിളിച്ച് എല്ലാവരെയും നോക്കിയിട്ട് അവസാനം ഇയാൾ സങ്കടത്തോടെ, അപ്പൻ്റെ കടയിൽ ആരാടാ? മരിക്കാൻ കിടക്കുക. കട അടച്ചിട്ടോ എന്നൊരു സങ്കടം ഇയാൾക്ക്. ഇത്രയും പറഞ്ഞുകൊണ്ട് അയാൾ മരിക്കുകയും ചെയ്തു. നോർത്ത് നോക്കി. തോമസ് മൂർ പുണ്യാൻ്റെ കഥ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. തല വെട്ടി മാറ്റാനായിട്ട് ഓർഡർ വന്നപ്പം അദ്ദേഹം ഇങ്ങനെ താടിയെ തഴുകിക്കൊണ്ട് പറയാണ്, ആരാച്ചോട് പറയാണ്, ഞാൻ കുറ്റക്കാരനായിരിക്കാം, പക്ഷേ എൻ്റെ ഈ താടിയുണ്ടല്ലോ, ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ ഈ താടി ഇതിനെ മുറിക്കാണ്ടൊന്ന് നോക്കണം കേട്ടോ. എത്ര കരുതലോട് കൂടിയിട്ടാണെന്നോ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. വിശുദ്ധ ലോറൻസ് വറചട്ടയിലിട്ട് നല്ല വൃത്തിയായിട്ട് എണ്ണയൊഴിച്ച് പൊള്ളിക്കുകയാണ്. കുറേ നേരം കഴിഞ്ഞപ്പം വിശുദ്ധൻ പറയാണ്, ഒരു സൈഡ് ഉണങ്ങി, മറിച്ചിട്ട അപ്പുറം കൂടെ വേകും. ജീവിതത്തെ ഇങ്ങനെയൊക്കെ കാണാൻ കഴിയുന്നവൻ്റെ ജീവിതം വിശുദ്ധിയുടെ നാമകരണ ഗണത്തിൽ പെടുന്നില്ലെങ്കിൽ പോലും ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ കൂട്ടായ്മയിൽ നിശ്ചയമായിട്ടും സ്വർഗത്തിലെ ഗണത്തിലുണ്ടാകും. അതുകൊണ്ട് നമ്മൾ ഈ നവംബർ മാസത്തിൻ്റെ ആത്മീയ വിചാരത്തിലൂടെ കടന്നു പോകുമ്പം ഈ ദിവ്യകാരുണ്യനാഥനോട് ചോദിക്കേണ്ട ചോദ്യമാണ്, ഞാൻ മരിക്കാൻ കിടക്കുമ്പം മിണ്ടാൻ പറ്റുകയാണെങ്കിൽ, ഇനി അധരത്തിലൂടെ വാക്കായിട്ട് പുറത്തു വന്നില്ലെങ്കിലും അകത്ത് എന്ത് വികാരം ഉണ്ടാവും? എൻ്റെ ഉള്ളിൽ ജീവിതത്തെക്കുറിച്ച് എന്ത് കരുതും ആ സമയത്ത്? ഇത് ജീവിതത്തിൽ നമ്മൾ കണ്ടെത്തണം പ്രിയപ്പെട്ടവരെ. ഈ കണ്ടെത്തലുകൾ കുറവുള്ളതാണെങ്കിൽ തിരുത്താനും, നിറവുള്ളതാണെങ്കിൽ അധികം നിറയ്ക്കാനും കൂടെ ഈ നവംബർ മാസത്തിൽ നമുക്ക് കഴിയട്ടെ. നമ്മളിങ്ങനെ വെറുതെ ജീവിച്ച് കടന്നു പോകുന്നവരാകാതെ ജീവിതത്തിൽ സ്വാധീനമുള്ളവരാകാനായിട്ട്, ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിനും ലോകത്തെ സ്വാധീനിക്കാൻ ദൈവം കരുതിയിട്ടുണ്ട്, സ്വപ്നം കണ്ടിട്ടുണ്ട്. അതിനുവേണ്ടി ദൈവം സാധ്യതകൾ ഒരുക്കുന്നുണ്ട്. നമ്മളതിനെ ഉപയോഗപ്പെടുത്താത്തത് കൊണ്ടാണ് പലപ്പോഴും ഈ സാധ്യതകൾ അനുഗ്രഹമായി മാറാത്തത്. അതുകൊണ്ട് കൃത്യമായിട്ടും ഇന്ന് ഈ ആത്മീയ ചിന്തയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഓർമ്മിക്കണം, ഞാനും നിങ്ങളും തിരിച്ചറിയണം, നമ്മുടെ ജീവിതത്തിൽ ഈ വിശുദ്ധരൊക്കെ പഠിപ്പിക്കുന്നത് പോലെ അവസാനത്തെ വാക്ക് ഒരു അനുഗ്രഹത്തിൻ്റെ സംതൃപ്തിയുടെ വാക്കാണോ? ആത്മനിർവൃതിയുടെ വാക്കാണോ? അതിൽ നിന്നും വ്യത്യാസപ്പെട്ടതാണെങ്കിൽ ചുവടൊന്നു മാറ്റാം, മടങ്ങി വരാം ഈ അൾത്താരയുടെ അനുഭവത്തിലേക്ക്. എമ്മാവൂസ് അനുഭവത്തിലേക്ക് പോയ ശിഷ്യരെ പോലെ ഈശോയുടെ ജെറുസലേമിൻ്റെ പുണ്യാനുഭവങ്ങളിൽ നിന്നും എമ്മാവൂസിൻ്റെ അകലങ്ങളിലേക്ക്, സുഖകരമായ ഇടങ്ങളിലേക്ക്, സ്വസ്ഥതയുടെ സാന്ത്വനത്തിൻ്റെ സാധ്യതയിലേക്ക് അവർ മാറിയപ്പം
ഈശോ കൂടെയായിരുന്ന് അന്നോളം അവർക്കുണ്ടായിരുന്ന മന്ദീഭവിച്ച ഹൃദയത്തെയും അന്ധത ബാധിച്ച കണ്ണുകളെയും തർക്കിക്കുന്ന സംസാരത്തിൻ്റെ നിലപാടുകളെയും മാറ്റിമറിച്ചിട്ട് ഈശോ പറഞ്ഞു, ഇതൊക്കെ മാറ്റാൻ നീ വീണ്ടും ജെറുസലേമിൻ്റെ ആത്മീയ ഇടങ്ങളിലേക്ക് എത്തിയാൽ മതി. ദിവ്യകാരുണ്യം ഈ നവംബർ മാസത്തിൽ നമ്മളോടും പറയാണ്, ജീവിതത്തിൽ അവസാന നിമിഷം സ്വരുക്കൂട്ടേണ്ട ഒന്നല്ല നിൻ്റെ അധരത്തിലൂടെ വെളിവാകേണ്ട ആത്മീയ അഭിഷേക വാക്ക്, അഭിഷേകത്തിന് ചേരുന്ന നിലപാട്, അതൊരു പരിശീലനത്തിലൂടെ ആർജിക്കേണ്ടത്. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ സന്നദ്ധിയിൽ കരങ്ങൾ കൂപ്പി കണ്ണു തുറന്ന് ഈ പരിശുദ്ധ കുർബാനയിൽ ഈശോയെ നോക്കിയിട്ട്, മോശയെ ദൈവം പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 3 മലമുകളിൽ അഗ്നിപ്പടർപ്പിനരികിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് സർവാംഗം ശുദ്ധിയുള്ളവനാക്കി പറഞ്ഞയച്ചിട്ടാണ് മോശ മരുഭൂമിയിൽ 40 ആണ്ട് ആ ജനസമൂഹത്തെ നയിച്ചത്. നമ്മൾ ഓരോരുത്തരും നമ്മെ തന്നെ വിശുദ്ധീകരിക്കണം. ഈശോയെ, അവിടുത്തെ അനുഗ്രഹത്താൽ എൻ്റെ നാവും എൻ്റെ മനസ്സും വിശുദ്ധീകരിക്കപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം, പാടി പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ ജീവിതത്തെ മുഴുവനും വിശുദ്ധീകരിക്കണം. എൻ്റെ കണ്ണും എൻ്റെ കാതും എൻ്റെ ഹൃദയവും എൻ്റെ മനസ്സും എൻ്റെ ആത്മാവും എൻ്റെ അകം മുഴുവനും അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം, പാടി പ്രാർത്ഥിക്കാം. നാമം ചൊല്ലും നാവുകളിൽ നീട്ടിയിടുന്ന പാണികളിൽ നാഥൻ വന്നടഞ്ഞിടുമ്പോ എന്തോരാനന്ദം. ഒരു ഭക്തന്റെ മനസ്സിന്റെ പ്രാർത്ഥനയോട് നമുക്കും ഹൃദയപൂർവ്വം ചേരാം. നാമം ചൊല്ലും നാവുകളിൽ നീട്ടിയിടുന്ന പാണികളിൽ നാഥൻ വന്നടഞ്ഞിടുമ്പോ എന്തൊരാനന്ദം. അങ്ങു വന്നു വാണിടുമെൻ ഹൃദയം സക്രാരിയല്ലേ, അങ്ങു സ്വന്തമാക്കിയിടുമ്പോ എന്തൊരാനന്ദം. ഈശോയെ, നീ വന്നു കഴിയുമ്പോൾ എൻ്റെ ഹൃദയം സക്രാരിയ. അങ്ങു വന്നു വാണിടുമെൻ ഹൃദയം സക്രാരിയല്ലേ, സകല ആനന്ദങ്ങളും എനിക്ക് കേൾക്കണേ ഈശോയെ. അങ്ങു സ്വന്തമാക്കിയിടുമ്പോ എന്തൊരാനന്ദം. കരങ്ങൾ കൂപ്പി ശിരസ്സ് കുമ്പിട്ട് നാമം ചൊല്ലും നാവുകളിൽ നീട്ടിയിടുന്ന പാണികളിൽ നാഥൻ വന്നടഞ്ഞിടുമ്പോ എന്തൊരാനന്ദം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നിരുമരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈശോയോടൊന്ന് ചോദിച്ച, എൻ്റെ ഈശോയെ, എൻ്റെ അധരത്തിൽ നിന്നും അതെ അതെ എന്നും അന്യായത്തിന് പക്ഷം ചേരുന്ന ഒന്നും ഉണ്ടാകാതിരിക്കാൻ അനുഗ്രഹം താ. സത്യം പറയാൻ, സത്യത്തോട് പക്ഷം ചേരാൻ, ജീവിതത്തിൽ നല്ല നിലപാടുകൾ എടുക്കാൻ, തെറ്റായതൊന്നും ജീവിതത്തിൽ ചെയ്യാതിരിക്കാൻ എൻ്റെ ഹൃദയത്തെ, മനസ്സിനെ, ചിന്തകളെ, വികാരങ്ങളെ, വിചാരങ്ങളെ വിശുദ്ധീകരിക്കണേ ഈശോയെ. നാവിലവിടുത്തെ നാമം ഉരുവിടുന്നവരും കണ്ണിലവിടുത്തെ കാണുന്ന, ഹൃദയത്തിലവിടുത്തെ പേറുന്ന, ജീവിതത്തിലുടനീളം അങ്ങയുടെ സ്വന്തമായി മാറുന്ന അഭിഷേകം ഈ അൾത്താരിൽ നിന്നും ഒഴുകാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ നോക്കി ഈ ആശീർവാദത്തിൻ്റെ സമയത്ത്, ഈശോയെ, എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ നാവിലേക്ക്, എൻ്റെ കണ്ണിലേക്ക്, എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക് നിൻ്റെ അനുഗ്രഹത്തിൻ്റെ കൃപയുടെ ആശീർവാദം ഒഴുകാൻ വേണ്ടി ഞാനിതാ എന്നെ സർവാംഗം നിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ചുകൊണ്ട് ആ വരികൾ പാടി പ്രാർത്ഥനയോടെ ഈശോയെ നോക്കി അനുഗ്രഹം, ആശീർവാദം നമുക്ക് ഏറ്റുവാങ്ങാം. നാവിൽ എന്നീശോദൻ നാമം, കാതിൽ എന്നീശോദൻ നാദം, കണ്ണിൽ ഈശോദൻ രൂപം, നെഞ്ചിൽ ഈശോദൻ സ്നേഹം,
മനസ്സു നിറയെ നന്ദി മാത്രം. നാവിൽ എന്നീശോദൻ നാമം, കാതിൽ എന്നീശോദൻ നാദം, കണ്ണിൽ ഈശോദൻ രൂപം, നെഞ്ചിൽ ഈശോദൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം.